ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു നമ്പർ തന്നാൽ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ്. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഒന്നാമത്തെ റൂൾ ഇതാണ്, നോൺ സീറോ, അതായത് സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2234. ഇതിൽ സീറോ അല്ലാത്ത ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 2, അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. 2 അത് സിഗ്നിഫിക്കൻ്റ് ആണ്. 3 സിഗ്നിഫിക്കൻ്റ് ആണ്. 4 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ടോട്ടൽ 4 എണ്ണം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 243. അപ്പോൾ നോൺ സീറോ ഡിജിറ്റ്സ് അല്ലേ ഇതെല്ലാം. അപ്പോൾ 2 സിഗ്നിഫിക്കൻ്റ് ആണ്, 4 സിഗ്നിഫിക്കൻ്റ് ആണ്, 3 സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് ടോട്ടൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1312. ഇതിലും എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണല്ലോ. അപ്പോൾ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.24. ഇതിലും എല്ലാം നോൺ സീറോ ആണ്. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 3.267 എല്ലാം നോൺ സീറോ ആണ്. അപ്പോൾ ടോട്ടൽ 4 നമ്പേഴ്സ് ആണ്, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അടുത്തത് നോക്കാം. 13.2. 1 സിഗ്നിഫിക്കൻ്റ് ആണ്, 3 സിഗ്നിഫിക്കൻ്റ് ആണ്, 2 സിഗ്നിഫിക്കൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ സീറോ ഉണ്ടല്ലേ. അപ്പോൾ സീറോ ഉള്ളപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ നമുക്ക് അടുത്ത റൂളിലേക്ക് പോകാം. സീറോസ് ബിറ്റ്വീൻ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതൊരു ക്വസ്റ്റ്യൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 1 സിഗ്നിഫിക്കൻ്റ് ആണല്ലോ, 4ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ ഇടയിലല്ലേ ഈ 2 സീറോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് 2 സിഗ്നിഫിക്കൻ്റ് ആണ്. 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്? 4. ഈ ക്വസ്റ്റ്യൻ നോക്കാം. 2 സിഗ്നിഫിക്കൻ്റ് ആണ്, 4 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിനിടയിലുള്ള സീറോയും അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 3. ഈ ക്വസ്റ്റ്യൻ നോക്കാം. 30.4. 3 സിഗ്നിഫിക്കൻ്റ് ആണ്, 4 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ അതിനിടയിലുള്ള സീറോയും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 3. ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 1004. അതായത് 1 സിഗ്നിഫിക്കൻ്റ് ആണ്, 4 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അതിനിടയിലുള്ള സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 4. അടുത്തത് 20.3. 2 സിഗ്നിഫിക്കൻ്റ് ആണ്, 3 സിഗ്നിഫിക്കൻ്റ് ആണ്. അതിനിടയിലുള്ള സീറോ എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 3. ഇനി അടുത്ത റൂൾ നോക്കാം. ലീഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. എന്താണ് ലീഡിങ് സീറോസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ഒരു നമ്പറിൻ്റെ ഏറ്റവും ഫ്രണ്ട് വശത്ത് സീറോസ് ആണ് ഉള്ളതെങ്കിൽ ആ സീറോസിനെയാണ് ലീഡിങ് സീറോസ് എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ലീഡിങ് സീറോസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഫ്രണ്ട് വശത്ത് സീറോസ് ഇല്ല. 0.004, 0.23. അപ്പോൾ ഇത് ലീഡിങ് സീറോ ആണ്. അല്ലെങ്കിൽ 0.0404. ഇത് രണ്ടും ലീഡിങ് സീറോ ആണ്. പക്ഷേ ഇത് ലീഡിങ് സീറോ ആണോ? അല്ല. കാരണം എന്താ? ഇത് 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ളതാണ്. ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്? ഒരെണ്ണമാണുള്ളത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. 0.312. ഇതിൽ 3ഉം 1ഉം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. കാരണം എന്താ? അത് നോൺ സീറോ ആണ്. ഇനി ഇതൊരു ലീഡിങ് സീറോ ആണ്. അതായത് ഏറ്റവും ഫ്രണ്ടിലുള്ള സീറോ ആണിത്. അപ്പോൾ ലീഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് വരിക. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ 3 സിഗ്നിഫിക്കൻ്റ് ആണ്, 2 സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ 3യുടെയും 2യുടെയും ഇടയ്ക്ക് സീറോ ഉണ്ടല്ലേ. അപ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഇതൊരു ലീഡിങ് സീറോ ആണ്. അതായത് ഇത് ഏറ്റവും ഫ്രണ്ടിലാണ് വരുന്നത്. അത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇതിൽ ടോട്ടൽ 3. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 0.0204. ഇതിൽ 2 സിഗ്നിഫിക്കൻ്റ് ആണ്, 4 സിഗ്നിഫിക്കൻ്റ് ആണ്. 2ൻ്റെയും 4ൻ്റെയും ഇടയ്ക്കാണ് സീറോ. അപ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഇടയ്ക്കുള്ള സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഇത് രണ്ടും എന്താണ്? ലീഡിങ് സീറോസ് ആണ്. അപ്പോൾ ഇത് രണ്ടും സിഗ്നിഫിക്കൻ്റ് അല്ല. അതായത് ടോട്ടൽ 3. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 400.002. ഇവിടെ 4 സിഗ്നിഫിക്കൻ്റ് ആണ്, 2 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണല്ലോ. അപ്പോൾ അതിനിടയിലുള്ള സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതായത് ഇവിടെ ടോട്ടൽ 1 2 3 4 5 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. വേറെ ഒരെണ്ണം നോക്കാം. 0.004. ഇവിടെ 4 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതെല്ലാം ലീഡിങ് സീറോസ് ആണ്. അപ്പോൾ ഇതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ ടോട്ടൽ 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് വരുന്നത്. സീറോ അവസാനമാണ് വരുന്നതെങ്കിലോ, അതായത് എൻഡിങ് സീറോസ്, അല്ലെങ്കിൽ ഇതിനെ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയും. ട്രെയിലിംഗ് സീറോസിൻ്റെ കാര്യത്തിലുള്ള റൂൾ എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് 3.20. അപ്പോൾ ഇത് ട്രെയിലിംഗ് സീറോ ആണ്. അല്ലെങ്കിൽ 300. അപ്പോൾ ഇത് രണ്ടും ട്രെയിലിംഗ് സീറോസ് ആണ്. അല്ലെങ്കിൽ 4.040.
അപ്പോൾ ഇത് ട്രെയിലിംഗ് സീറോ ആണ്. ഇതാണോ? അല്ല. കാരണം എന്താ? ഇത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ്. ട്രെയിലിംഗ് സീറോസിൻ്റെ കേസിൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതായത് ഇത് പോയിന്റ് കഴിഞ്ഞല്ലേ ഈ രണ്ട് സീറോസ് വന്നിരിക്കുന്നത്, രണ്ടും ട്രെയിലിംഗ് സീറോസ് ആണല്ലോ. അപ്പോൾ രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണ്. 2 അല്ലെങ്കിൽ തന്നെ സിഗ്നിഫിക്കൻ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3. വെറുതെ 2 എന്ന് പറഞ്ഞാൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1. അടുത്ത ക്വസ്റ്റ്യൻ 3.120. 3 സിഗ്നിഫിക്കൻ്റ് ആണ്, 1 സിഗ്നിഫിക്കൻ്റ് ആണ്, 2 സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ സീറോയോ? ഇതൊരു ട്രെയിലിംഗ് സീറോ ആണ്, അതായത് ഏറ്റവും അവസാനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ടാണോ ഇത് വന്നിരിക്കുന്നത് നോക്കാം. അതേല്ലോ. അപ്പോൾ ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സാണ് വരുന്നത്. ഇനി 20.00. ഇതിൽ 2 സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ ട്രെയിലിംഗ് സീറോസ് ഉണ്ടല്ലേ, അതിൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്കറിയാം. അതായത് ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഈ സീറോയോ? 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ അതും സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് ടോട്ടൽ 4. അടുത്തത് 131.000. ഇവിടെ ട്രെയിലിംഗ് സീറോസ് ആണുള്ളത്. പക്ഷേ ഇവിടെ പോയിന്റ് ഒന്നും കാണുന്നില്ല. പോയിന്റ് ഇല്ലെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇത് 3ഉം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് 3ഉം സിഗ്നിഫിക്കൻ്റ് അല്ല. 1, 3, 1 സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് ടോട്ടൽ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. 131.000. 1 സിഗ്നിഫിക്കൻ്റ് ആണ്, 3 സിഗ്നിഫിക്കൻ്റ് ആണ്, 1 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് 3ഉം ട്രെയിലിംഗ് സീറോസ് ആണ്. പക്ഷേ പോയിന്റ് കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ 3ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് ടോട്ടൽ 6 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഈ രണ്ട് ക്വസ്റ്റ്യനിലും സെയിം നമ്പർ ഓഫ് സീറോസ് ആണ് വരുന്നത്. എന്ത് വ്യത്യാസമാണുള്ളത്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം മാറി. ഇവിടെ 3 എണ്ണേ ഉള്ളൂ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഇവിടെ പോയിന്റ് ഉള്ളത് കാരണം 6 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കും. അടുത്തത് 131.00. അപ്പോൾ 1 സിഗ്നിഫിക്കൻ്റ് ആണ്, 3 സിഗ്നിഫിക്കൻ്റ് ആണ്, 1 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി നമുക്ക് ട്രെയിലിംഗ് സീറോസ് ആണുള്ളത്. അതിൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന 2 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഈ സീറോയുടെ കാര്യമോ? 2 സിഗ്നിഫിക്കൻ്റ് നമ്പേഴ്സിൻ്റെ ഇടയിലുള്ളത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ എല്ലാ നമ്പേഴ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6 എണ്ണമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.010 × 10⁻⁶. ഈ രീതിയിൽ തരികയാണെങ്കിൽ അതിൻ്റെ ഈ എക്സ്പോണൻസിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. 2 സിഗ്നിഫിക്കൻ്റ് ആണ്, 1 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 2നും 1നും ഇടയിലുള്ള 0 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഈ സീറോയോ? ഇത് ട്രെയിലിംഗ് സീറോ ആണ്, പോയിന്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 1, 2, 3, 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഈ ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2.1 × 10⁻3. ഇത് നമ്മൾ നോക്കേണ്ട, അത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി 2 സിഗ്നിഫിക്കൻ്റ് ആണ്, 1 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്.